ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ 5 ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ അത് വലിയൊരു റാലി ഉണ്ടായിട്ടല്ല, മറിച്ച് ഗ്ലോബലി ഇത്രയധികം അൺസർട്ടനിറ്റി ഉണ്ടായിട്ട് പോലും നിഫ്റ്റി 25,100 മുകളിൽ നിലയുറപ്പിക്കാനായിട്ട് പറ്റി. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ പോസിറ്റിവിറ്റി. അതിൻ്റെ പ്രധാന കാരണം FISും DISും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. FIS 2,300 കോടി രൂപക്കും DIS 1,113 കോടി രൂപക്കും ബൈ നടത്തി ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. നമുക്കറിയാവുന്ന പോലെ തന്നെ US ഉം ചൈനയും തമ്മിൽ ട്രേഡ് ടോക്സുകൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് പോസിറ്റീവായ രീതിയിൽ പോകുന്നുണ്ടെന്ന് US കൊമേഴ്ഷ്യൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫൈനൽ ഔട്ട്കം ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് US മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ മേജറായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇന്ന് ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വൈകിട്ട് വരും. ഈ 2 ദിവസങ്ങൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. വേണമെങ്കിൽ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന തന്നെ ഒരു ദിവസമാണ്. കാരണം ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവോ നെഗറ്റീവോ ആകുമ്പോൾ മാർക്കറ്റിൽ വലിയ തോതിലുള്ള റിയാക്ഷൻ കാണാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വിക്സും US വിക്സൊക്കെ എല്ലാം തന്നെ ക്രാഷ് ചെയ്ത് വിക്സ് താഴെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് വിക്സ് താഴ്ന്ന ലെവലിൽ നിന്ന് സ്പൈക്ക് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്. ഉയർന്ന രീതിയിലുള്ള വിക്സ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഫർദർ ചാഞ്ചാട്ടത്തിനേക്കാൾ താഴ്ന്ന ലെവലിൽ നിന്ന് വിക്സ് മുകളിലേക്ക് പോകുമ്പോഴാണ് മാർക്കറ്റിൽ കോള് ബൈ ചെയ്ത ആളുകൾക്ക് പുട്ട് സെല് ചെയ്ത ആളുകൾക്ക് എല്ലാം തന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിക്സ് ക്രാഷ് ചെയ്തു, മേജർ ഈവൻറ്റുകൾ വെയിറ്റിംഗ് ആണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ നിഫ്റ്റിയും 50 പോയിന്റ് പ്ലസ്സിലാണുള്ളത്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയ അവസ്ഥയിലാണ്. ഇതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 186 പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US വിക്സ് എന്നാൽ നെഗറ്റീവാണ്, അത് ശ്രദ്ധിക്കണം. -58 പോയിന്റ് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റിൽ കൊറിയയും ജപ്പാനും പോസിറ്റീവായ നിലയിൽ നിലകൊള്ളുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് 1,09,909 എന്ന നിലയിലാണ് ഉള്ളത്. ബിറ്റ്കോയിനിൽ ശക്തമായ റാലി ഉണ്ടായി. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $10 ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഉയർന്ന് ഗോൾഡിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള റാലി തുടരുകയാണെന്നുള്ള ഒരു വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. മാരുതിനെ സംബന്ധിച്ച് ഇവരുടെ നിയർ ടൈം പ്രൊഡക്ഷൻ ടാർജറ്റ് കമ്പനി ഒന്ന് കുറച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വിറ്റാര തുടങ്ങിയ വെഹിക്കിൾസിൻ്റെ പ്രധാന കാരണം കമ്പനി പറയുന്നത് ഇവരുടെ റയർ എർത്ത് മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണെന്നാണ് കമ്പനി പറയുന്നത്. IFL ഫിനാൻസ് കമ്പനി ഇവർ 600 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ടെസ്മാക്കോ കമ്പനി ഇവർക്ക് 44 കോടി രൂപയുടെ ഓർഡർ മുംബൈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മർക്കൻസ് ഫാർമ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഏകദേശം 2.27% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട് ബ്ലോക്ക് ഡീലിലൂടെ. ഇൻഡിഗോ കമ്പനി ഡയറക്റ്റ് ഫ്ലൈറ്റ് ജോർജിയയിലെ ടിബ്ലിസി, അൽമാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കമ്പനി കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നേക്കാം. കാരണം ഈ പറയുന്ന ടിബ്ലിസി ജോർജിയയിലുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ട്രാവൽ പാക്കേജ് വളരെ കുറഞ്ഞ നിലയിലാണ് ഉള്ളത്. അതിപ്പോൾ ദുബായിൽ നിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉള്ളത്. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നാകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടൂറിസം അത് വലിയ തോതിൽ, ഇന്ത്യയിലെ ടൂറിസം അല്ല, ഇന്ത്യയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു ടൂറിസം എയർവേസ് കമ്പനീസിന് ഗുണകരമായേക്കാം. പോപ്പുലർ വെഹിക്കിൾ കമ്പനി ഒരു അപ്ഡേറ്റ് ഉള്ളത്, ബാംഗ്ലൂരിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റോറും അവർ ഓപ്പൺ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. കൊറ്റാൽ പാറ്റൽ കമ്പനി ഇവർ ഈ BREP ഏഷ്യ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ കൊറ്റൽ പാറ്റയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സൊലാരിയം ഗ്രീൻ കമ്പനി
ഇവർ 1000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ സിസ്റ്റം അവർ ലോഞ്ച് ചെയ്യുകയാണ്. JBM ഓട്ടോ കമ്പനി ഇവരുടെ ബിസിനസ് ഇൻ്റർനാഷണലി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. ലിക്കർ കമ്പനീസ് UBL, സുല വൈൻയാർഡ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് തുടങ്ങിയ കമ്പനീസ് ശ്രദ്ധിക്കുക. കാരണം മഹാരാഷ്ട്രയിൽ എക്സൈസ് ഡ്യൂട്ടി ഹൈക്ക് ചെയ്ത് കാരണം ലിക്വിഡ് പ്രൈസ് മഹാരാഷ്ട്രയിൽ ഉയർത്തുകയാണ്. വെറാൻഡ ലേണിംഗ് കമ്പനി അവരുടെ 2.0 ലേണിംഗ് ഫെസിലിറ്റി കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. അമാൻഡൽ കമ്പനി അവർ വിശാഖപട്ടണത്ത് 2 ഏക്കറിൽ 2500 സ്ക്വയർ ഫീറ്റ് 25,000 സ്ക്വയർ ഫീറ്റിലെ ഒരു പുതിയ മെഡിക്കൽ ഫെസിലിറ്റി അവർ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.